Hi students, I am continuing the chapter Vector Algebra, and today I am going to discuss new topic scalar or dot product and projection of a vector, and also I am discussing some problems related to these topics, so listen carefully. അടുത്ത ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്. അപ്പോൾ രണ്ട് ടൈപ്പ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്കാലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ പേരാണ്, പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സിൻ്റെ പേരാണ് സ്കാലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ രണ്ട് വെക്റ്ററിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് ഒരു ഡോട്ട് ഇട്ടിട്ടാണ് അല്ലേ. എ ഡോട്ട് ബി എന്നാണ് വായിക്കുക. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ മോഡ് എ മോഡ് ബി എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റ. ഈ മാഗ്നിറ്റ്യൂഡിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാറ്, ലെങ്ത് എന്ന് പറയാറ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. അപ്പോൾ രണ്ട് വെക്റ്റർ, ഇത് എ വെക്റ്റർ ആണ്, അതുപോലെ തന്നെ ഇത് ബി വെക്റ്റർ ആണെങ്കിൽ ഈ രണ്ട് വെക്റ്ററും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മളുടെ മോഡ് എ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ലെങ്ത് ഓഫ് എ ഇൻറ്റു ലെങ്ത് ഓഫ് ബി. ലെങ്ത് ഓഫ് ബീനെയാണ് നമ്മൾ മോഡ് ബി എന്ന് പറയുന്നത്, ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഫ്രം എ ടു ബി. അപ്പോൾ പോസിറ്റീവ് ആംഗിൾ ആണ് എടുക്കേണ്ടത്, പോസിറ്റീവ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ള ഡയറക്ഷനിലുള്ള ആംഗിളാണ്, അത് ശ്രദ്ധിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, അത് പോസിറ്റീവ് ആംഗിളും ആണ്. അതുപോലെ തന്നെ അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻ. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. നോക്കിയേ, കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, കോസ് തീറ്റ കിട്ടും. അപ്പോൾ പിന്നെ ആംഗിൾ എങ്ങനെ കിട്ടും, നമുക്ക് ആ കോസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആംഗിൾ കിട്ടും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഏതാ, നമ്മുടെ സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത പോയിന്റ്, ഇനി നോക്കാം എൻ്റെ തീറ്റ. ആദ്യത്തെ ഇഫ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്ത് അറിയാലോ. എന്താ കിട്ടുക, കോസ് 90 ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി എന്നല്ലേ വരാം. കോസ് 90 0 അല്ലേ, അപ്പോൾ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തൂടെ. എന്നിട്ട് നമ്മുടെ ഈ മോഡ് എ ഇൻറ്റു മോഡ് ബീനെ ഞാൻ RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്താ, എ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നാണല്ലേ. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ പറയാലോ. ഇഫ് ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലല്ലേ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി വരാം. രണ്ട് വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരുമ്പോഴാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാം അല്ലേ. അപ്പോൾ കണ്ടീഷൻ നമുക്കറിയാം, എ ഡോട്ട് ബി ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദീസ് ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ സ്കാലാർ എന്ന് പറയാൻ കാരണം എന്താ, നമുക്ക് ഈ എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടാം.
കോൺസ്റ്റന്റ് വാല്യൂ. അതുകൊണ്ടാണ് അതിനെ സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ സ്കാലാർ പ്രൊഡക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വേറൊരു പേരും വിളിക്കുന്നത്. അപ്പോൾ സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും സംഭവം എന്ത് തന്നെയാണ്, സെയിം ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നോക്കാം. ഇനി തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണെന്ന് വെക്കാം. അപ്പൊ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇഫ് തീറ്റ ഈക്വൽ ടു 0 കോസ് 0 ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് പറയാലോ. ഈ കോസ് 0യുടെ വാല്യൂ എത്രയാ, 1 ആണല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി. ഓക്കെ. അപ്പൊ നമുക്ക് തീറ്റ ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, മോഡ് എ ഇൻറ്റു മോഡ് ബിക്ക് ഈക്വൽ ആണ്. ഓക്കെ. ഇനി അടുത്ത കേസ്. ഇനി നമുക്ക് ഈ ബി എന്നുള്ള വെക്ടർ സെയും എ വെക്ടർ രണ്ടും എ വെക്ടർ ആണ്. നമുക്ക് സാധാരണ തീറ്റ എന്നുള്ളത് 0 ഡിഗ്രി വരുന്നത് എങ്ങനെയാ, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അത് 0 ഡിഗ്രിയിലാണ് ഇരിക്കണെന്ന് പറഞ്ഞാൽ അത് പറയാം, അത് കോപ്ലാനാർ ആണെന്ന് പറയാം അല്ലേ. ആണല്ലോ, കോപ്ലാനാർ ആണെന്ന് പറയാം. അപ്പോൾ സെയിം വെക്ടർ എ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരേ ലൈനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടും, എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, മോഡ് എ ഇൻറ്റു മോഡ് എ അല്ലേ, ഓർ മോഡ് എ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അടുത്ത കണ്ടീഷൻ, ഇഫ് തീറ്റ ഈക്വൽ ടു പൈ. പൈ എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ കോസ് പൈ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി അല്ലേ. കോസ് പൈയുടെ വാല്യൂ -1 ആ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ഡോട്ട് ബി ഈക്വൽ ടു മൈനസ് മോഡ് എ മോഡ് ബി ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, തീറ്റ ഈക്വൽ ടു പൈ അല്ലെങ്കിൽ 180 ഡിഗ്രി ആവുമ്പോൾ നേരെ ഇവിടെ ഒരു എന്ത് വരും, ഒരു മൈനസ് സൈൻ കയറി വരും. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി ആണ്. പക്ഷെ തീറ്റ ഈക്വൽ ടു പൈ ആവുമ്പോൾ അവിടെ ചേഞ്ച് വരില്ല, ഒരു നെഗറ്റീവ് കയറി വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്ക് ബി എന്നുള്ള ആംഗിളിനെ മൈനസ് എ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്താ വരാം, എ ഇതിൽ നിന്ന് എ ഡോട്ട് മൈനസ് എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, മോഡ് എ ഇൻറ്റു മൈനസ് മോഡ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ തീറ്റ ഇൻ ദിസ് കേസ് ഈസ് പൈ. പൈ ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, എ ഡോട്ട് ബി ഈക്വൽ ടു മൈനസ് എ മോഡ് ബി എന്ന് വരുന്നത്. ഇനി സെയിം എ എന്ന് പറഞ്ഞ വെക്ടറിനെ തന്നെയാണ് അത് എന്ത് പറയുന്നത്, 180 ഡിഗ്രിയിൽ രണ്ട് വെക്ടേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്ത് പറയും, മോഡ് എ ഇൻറ്റു മൈനസ് മോഡ് എ ആയാലും മൈനസ് മോഡ് എ സ്ക്വയർ ആണ് കയറി വരാം. ഇനി അടുത്തതായി നമ്മുടെ സ്കാലാർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റിൽ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയാൻ പോകുന്നത്. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് വെക്ടർ എക്സ് കമ്പോണന്റ് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും, നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ മോഡ് ഐ ഇൻറ്റു മോഡ് ഐ ഇൻറ്റു കോസ് ഐ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 0 ആണല്ലേ. സെയിം വെക്ടർ തന്നെ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് വെക്ടറും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഐ വെക്ടറിന്റെ ഒപ്പം ഐ വെക്ടർ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, അത് ആംഗിൾ 0 ആണ്. അപ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്,
മോഡുലസ് ഓഫ് ഐ, മോഡ് ഐ നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്നാണ് എന്ത് ഐനെ വിളിക്കുന്ന പേര് തന്നെ അല്ലേ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിന്റെ മോഡ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. അഗെയിൻ മോഡ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാലും 1 ആണ് ആണല്ലോ. അപ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? ഐ ഡോട്ട് ഐയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, സിമിലർലി ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാലും കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാലും ആൻസർ 1 ആണ്. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓപ്പോസിറ്റ് കമ്പോണന്റ് നോക്കാം. ഐ ഡോട്ട് ജെ. ഓക്കെ, അപ്പോൾ ഐ ഡോട്ട് ജെ ചെയ്യുമ്പോൾ ഐ മോഡ് ഐ ഇൻറ്റു മോഡ് ജെ ഇൻറ്റു കോസ്. അപ്പോൾ ആംഗിൾ എങ്ങനെ കിട്ടാം? നമുക്ക് ഞാനൊരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കാം. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇവിടെയായിരുന്നു ഐ, ഇവിടെയായിരുന്നു ജെ, ഇവിടെയായിരുന്നു സെഡ് അല്ലേ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്ത് പറയാം? കോസ് 90. അപ്പോൾ കോസ് 90യുടെ വാല്യൂ 0 ആണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? കോസ് 90യുടെ വാല്യൂ 0 ആണെങ്കിൽ ഇത് മൊത്തം എന്തായി? 0 ആയി. ഇനി സിമിലർലി ജെ ഡോട്ട് കെ, ഇത് കെ ആണ് കേട്ടോ. ജെ ഡോട്ട് കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കോസ് 90 കയറി വരും അല്ലേ, അതും 0 ആണ്. കെ ഡോട്ട് ഐ എടുത്താലും എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ജനറൽ കേസ് എഴുതാം. ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ ആണ് ഈക്വൽ ടു 0. അപ്പോൾ സെയിം കമ്പോണന്റ് ഡോട്ട് പ്രൊഡക്റ്റിന്റെ സെയിം കമ്പോണന്റിന്റെ ഒപ്പം ഡോട്ട് പ്രൊഡക്റ്റ് കയറി വന്ന വാല്യൂ 1 ആണ്. ഓപ്പോസിറ്റ് കമ്പോണന്റിന്റെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അത് നമുക്ക് ഇനി എ എന്നുള്ള വെക്ടർ നമുക്കറിയാം. എ ഡോട്ട് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്നാണ് അല്ലേ. ഇനി നമുക്കത് കമ്പോണന്റ് ഫോർമുല തരുന്നു വെച്ചാലോ? നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ആൻഡ് ലെറ്റ് ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k. അപ്പം അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ കമ്പോണന്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊഡക്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ സാധാരണ നമ്മൾ ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? a1i ഇൻറ്റു b1i, a1i ഇൻറ്റു b2j, a1 പ്ലസ് ഉണ്ട് കേട്ടോ, a1i ഇൻറ്റു b3k അങ്ങനെയല്ല ചെയ്യാറ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം ഐ ഡോട്ട് ഐ വരുമ്പോഴാണ് ഇപ്പോഴും 1 വരുള്ളൂ, ഐ ഡോട്ട് ജെ വരുമ്പോൾ 0 ആണ്, ഐ ഡോട്ട് കെ വരുമ്പോൾ 0 ആണ് അല്ലേ. അപ്പോൾ സെയിം കമ്പോണന്റ് ഡോട്ട് പ്രൊഡക്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ 1 ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഓരോ കമ്പോണന്റ് ഫോമിലുള്ള ഓരോന്നിൻ്റെയും കമ്പോണന്റ് ഫോമിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ ഐ കമ്പോണന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ a1 ഇൻറ്റു b1 ഇൻറ്റു ആണ് കേട്ടോ, ഡോട്ട് എന്ന് എഴുതാൻ പാടില്ല, ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസറാണ് എഴുതുന്നത്. അപ്പോൾ a1 b1 പ്ലസ് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ 1 ആണല്ലോ അല്ലേ. ഇനി a2 b2, ജെ ഡോട്ട് ജെ 1 ആണ്, ബാക്കി എല്ലാതും എന്തായിരിക്കും? 0 ആയിരിക്കും. പ്ലസ് a3 b3, കെ ഡോട്ട് കെ 1 ആണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താ, കറസ്പോണ്ടിങ് കമ്പോണൻറ്റ് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എന്നിട്ട് അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഡോട്ട് ബി എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിൽ പഠിക്കാനുള്ളൂ. ഇനി ഇതിൽ കുറച്ച് പ്രോപ്പർട്ടി, ഒരു 3 പ്രോപ്പർട്ടിയും കൂടി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമ്മളുടെ പ്രോപ്പർട്ടീസ് കേട്ടോ.
സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മുടെ സ്കാലാർ പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്താ കമ്മ്യൂട്ടേറ്റീവ്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇനി ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ചില എക്സാമിന് പ്രൂഫ് ചോദിക്കാറുണ്ട്, ബാക്കിയൊന്നും ചോദിക്കാറില്ല, പക്ഷെ ഇത് മാത്രം പ്രൂഫ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഭയങ്കര എളുപ്പമാണ്. നോക്കാം. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, മോഡ് എ ഇൻറ്റു മോഡ് ബി കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ പോസിറ്റീവ് ആംഗിൾ ആണ് കേട്ടോ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ആംഗിൾ ആണ് എടുക്കേണ്ടത്. എ ഡോട്ട് ബി വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആംഗിളാണ് വരിക, കോസ് തീറ്റ. ഇനി ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡ് ബി ഇൻറ്റു മോഡ് എ ഇൻറ്റു ഇവിടെ മാത്രം ബിയിൽ നിന്ന് എയിലോട്ടാണല്ലേ. അപ്പം ആംഗിളിൻ്റെ ഡയറക്ഷൻ മാറി, ആംഗിളിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരും ആണല്ലോ. അപ്പോൾ മൈനസ് തീറ്റയാണ് വരണ്ടേ. നമുക്കറിയാം കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കോസ് തീറ്റ തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ബി മോഡ് എ മോഡ് ബി ഇൻറ്റു മോഡ് എ ഇൻറ്റു കോസ് തീറ്റ എന്ന് തന്നെ എഴുതാം. ഈ മോഡ് ബി ഇൻറ്റു മോഡ് എനെ നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇതന്നെയല്ലേ നമുക്കിവിടെ എന്ത് കിട്ടിയത്? എ ഡോട്ട് ബിയും കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവിൻ്റെ പ്രൂഫ്. ഏറ്റവും സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. അടുത്തത് സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ അഡീഷൻ എന്നുണ്ട്. ഓവർ അഡീഷൻ. അപ്പോൾ എന്തുണ്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അഡിറ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും കൂടി കോമ്പിനേഷൻ ആണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ് ഓവർ അഡീഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറഞ്ഞാലും എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒരു എന്ത് വന്നിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷനായി യൂസ് ചെയ്യാറല്ലേ. അപ്പോൾ എന്താ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണ പോലെയാണ് നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയാറ്. അതേപോലെ തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ്, അപ്പോൾ അവിടെ അഡീഷനും കൂടി കയറി വന്നു, എ ഇൻറ്റു സി. അപ്പോൾ ആ ഇൻറ്റുവിന് പകരമാണ് ഇവിടെ എന്ത്, ഡോട്ട് കയറി വന്നത്. അപ്പം അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കാലാർ പ്രൊഡക്റ്റ് ഓവർ അഡീഷൻ. ഓക്കെ, ഇനി നമ്മളുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലെറ്റ് എ ആൻഡ് ബി എനി ടു വെക്ടേഴ്സ് ആൻഡ് ലാംഡ ബി എനി സ്കാലാർ, ദെൻ ലാംഡ ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ലാംഡ ഡോട്ട് എ ബി എന്ന് പറഞ്ഞാലും എ ഡോട്ട് ബി ലാംഡ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ഓക്കെ, എ ഡോട്ട് ലാംഡ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. ആൻസർ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം, ലാംഡ ഒരു സ്കാലാർ ആണ് കേട്ടോ. സ്കാലാർ, അപ്പോൾ സ്കാലാറിനെ എ എന്ന വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബി കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താലും, ഇനി എ ഡോട്ട് ബി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, ഇനി ലാംഡ ബി കണ്ടുപിടിച്ചിട്ട് അത് എ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താലും എല്ലാത്തിൻ്റെ ആൻസർ സെയിം ആയിരിക്കും. ഇതാണ് നമ്മളുടെ 3 പ്രോപ്പർട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. So this is our first question. Find the angle between the vectors I minus 2j plus 3k and 3i minus 2j plus k. ഓക്കെ, അപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെക്ടറിന് എന്ന് പേര് കൊടുക്കാം അല്ലേ. I minus 2j plus 3k
കെ ആൻഡ് സെക്കൻഡ് വെക്ടറിന് നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. സോ സെക്കൻഡ് വെക്ടർ ഈസ് ഗിവൻ ആസ് 3i minus 2j plus k. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളോട് ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ. എന്തായിരുന്നു? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് എ മോഡ് ബി ആണ് ആൻസർ. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും പ്രൊഡക്റ്റ് ആണല്ലേ. അപ്പോൾ ഐൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരാം? ഐൻ്റെ ഇവിടുത്തെ എയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്. ഐയുടെ ഇവിടുത്തെ ബിയിൽ ഐയുടെ കോഎഫിഷ്യൻ്റ് 3 ആണ് അല്ലേ. സോ 1 into 3 പ്ലസ് ഐ ഡോട്ട് ഐ 1 ആണല്ലോ. ഇനി ജെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ നോക്കണം. ഇവിടെയും -2 ആണ്, ഇവിടെയും -2 ആണ് അല്ലേ. അപ്പോൾ -2 into -2 പിന്നെ ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ് പ്ലസ് അടുത്തത് കെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 1. കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 3 + 4 + 3. അപ്പോൾ ആൻസർ എത്രയാ? 10 എന്ന് കിട്ടി. അപ്പോൾ എ ഡോട്ട് ബിയുടെ വാല്യൂ 10 എന്ന് കിട്ടി. ഇനി നമുക്ക് മോഡ് എ മോഡ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ മോഡ് എ ഈസ് ഈക്വൽ ടു റൂട്ട് എഴുതണം അല്ലേ. റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ. ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. സോ 1ൻ്റെ സ്ക്വയർ എഴുതാം പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ -2 ആണ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ. കെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്, 3യുടെ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ ആൻസർ എത്രയാ? 1 + 4 + 9. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാ? √14. അടുത്ത് നമുക്ക് മോഡ് ബി കണ്ടുപിടിക്കണമല്ലോ. മോഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ അഗെയിൻ റൂട്ട് എഴുതണം. ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്, അതിൻ്റെ സ്ക്വയർ എഴുതാം. ജെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ -2 ആണ്, -2 സ്ക്വയർ എഴുതാം പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്, 1ൻ്റെ സ്ക്വയർ ഈക്വൽ ടു √9 + 4 + 1. അഗെയിൻ ഇവിടെയും കിട്ടുന്നത് എന്ത് തന്നെയാണ്? √14. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. നമുക്ക് കോസ് തീറ്റ അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ് തീറ്റയിൽ ആ ഫോർമുലയാണ് പഠിക്കേണ്ടത്. ഏറ്റവും അവസാനം തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് നമുക്ക് RHSലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി 10 എന്ന് കിട്ടിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ മോഡ് എ √14 ഇൻറ്റു √14. അപ്പോൾ നമുക്കറിയാം √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ √14 ഇൻറ്റു √14 നമുക്ക് 14 എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ രണ്ടും കൂടി നമുക്കൊരു 2ൽ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ഇവിടെ 5ഉം കിട്ടും, ഇവിടെ ഒരു 7ഉം കിട്ടും. അപ്പോൾ നമുക്കൊരു 5/7 എന്നാണ് കോസ് തീറ്റ കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ആംഗിൾ ആണല്ലേ. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/7. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷോ ദാറ്റ് ഈച്ച് ഓഫ് ദ ഗിവൻ 3 വെക്ടേഴ്സ് ഈസ് എ യൂണിറ്റ് വെക്ടർ. 1/7 2i + 3j + 6k, 1/7 3i - 6j + 2k, 1/7 6i + 2j - 3k, and also show that they are mutually perpendicular to each other. ഓക്കെ, അപ്പോൾ നമ്മളോട് തന്നിട്ടുള്ള 3 വെക്ടറും യൂണിറ്റ് വെക്ടർ ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഓരോന്നും തമ്മിൽ ഡിഗ്രി എത്രയാ? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തന്നിട്ടുള്ള ഫസ്റ്റ് നമ്മളുടെ വെക്ടറിനെ ഞാൻ എന്ന് ഇട്ട് കൊടുത്തേ. അപ്പോൾ എ വെക്ടർ ഈസ് ഈക്വൽ ടു 1/7 2i + 3j + 6k. ഓക്കെ, അപ്പോൾ ആ 1/7 ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2/7 i എന്ന് കിട്ടി, 3/7 j എന്ന് കിട്ടും, +6/7 k എന്നും കിട്ടും.
ആണല്ലോ, കിട്ടിയില്ലേ? അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ വെക്റ്ററിന് ഞാൻ ഏന്ന് പേരിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? നോക്കാം. അപ്പോൾ മോഡ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ 2/7 ആണ്, പ്ലസ് നമ്മുടെ ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ 3/7 ആണ്, ആൻഡ് കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 4/49 പ്ലസ് 9/49 പ്ലസ് 36/49. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയ കാരണം നമുക്ക് എന്ത് ഡിനോമിനേറ്റർ 49 എഴുതാം. പിന്നെ നമുക്ക് ന്യൂമറേറ്റർ എല്ലാം ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 36 + 4 40 ആണ്, 40 + 9 49 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? √1. അതെല്ലാം 1. അപ്പോൾ എന്ത് കിട്ടി? നമ്മളുടെ എ എന്നുള്ള വെക്ടർ യൂണിറ്റ് വെക്ടർ ആണെന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ലെറ്റ് ബി വെക്ടർ ഈസ് ഈക്വൽ, നമ്മൾ രണ്ടാമത്തെ വെക്ടറിനെ പേരിട്ട് കൊടുത്തു. ബിന്ന് 1/7 3i - 6j + 2k. അപ്പോൾ അതിനും നമ്മൾ എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/7i - 6/7j + 2/7k. അപ്പോൾ അതിൻ്റെയും യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നോക്കാം. മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റിൻ്റെ സ്ക്വയർ പ്ലസ് നമ്മുടെ ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് നമ്മുടെ കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ വാല്യൂസ് നമുക്ക് എഴുതാം. 3/7 ഹോൾ സ്ക്വയർ 9/49 പ്ലസ് -6² 36 അല്ലേ? 36/49 പ്ലസ് 4/49. അപ്പോൾ വാല്യൂസ് ഒക്കെ ഇവിടുത്തെ പോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനല്ലേ കിട്ടുള്ളൂ. 49/49 നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെക്ടറും എന്ത് തന്നെയാണ്? യൂണിറ്റ് വെക്ടർ ആണെന്ന് കിട്ടി. ഇനി നമ്മളുടെ മൂന്നാമത്തെ വെക്ടറിന് ഇതേപോലെ നമ്മൾ പേരിട്ട് കൊടുക്കണം. 1/7 പേരിട്ട് കൊടുത്തു. അപ്പോൾ 1/7 6i + 2j - 3k എന്നാണ് അവർ തന്നിട്ടുള്ള മൂന്നാമത്തെ വെക്ടറിന്. അപ്പോൾ അതിന് പേര് സീന്ന് ഇട്ട് കൊടുത്തു. ഇനി അതിനെ നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6/7i + 2/7j - 3/7k എന്ന് കിട്ടും. ഇനി അതിൻ്റെയും നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് 1 ആണെങ്കിൽ അതും എന്ത് തന്നെയാണ്? യൂണിറ്റ് വെക്ടർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? 6/iയുടെ കോഎഫിഷ്യൻ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ ഈക്വൽ ടു 36/49 പ്ലസ് 4/49 പ്ലസ് 9/49. ഓർഡർ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 49 തന്നെയാണ് കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്തു എന്ത്? നമ്മളുടെ എ ബി സി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. സോ ഹെൻസ് എ ബി ആൻഡ് സി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. ഇനി അടുത്തത് എന്താ? ഇനി ഈ 3 വെക്ടറും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്നാണ് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളുടെ സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിൽ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുമ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ? ഇഫ് എ ആൻഡ് ബി വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, ഓക്കെ, എ ഡോട്ട് ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ആദ്യം എ ഡോട്ട് ബി കണ്ടുപിടിക്കുക, എന്നിട്ട് അത് 0 ആണെന്ന് നോക്കുക. അപ്പോൾ അത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. പിന്നെ ബി ഡോട്ട് സി കണ്ടുപിടിക്കുക, അത് 0 ആണെങ്കിൽ അതും എന്താണ്? അത് രണ്ടും തമ്മിൽ 90 ഡിഗ്രി ആണ്, പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് അടുത്തത് സിയും എയും നോക്കാം, അതും 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3ഉം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ ചെക്ക് ചെയ്യാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ഡോട്ട് ബി ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഇതാണ് നമ്മളുടെ എ വെക്ടർ, ഇതാണ് ബി വെക്ടർ. രണ്ടും കൂടി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എ ഡോട്ട് ബി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐൻ്റെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് രണ്ടും മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും? 2/7 × 3/7
2/7 ഇൻറ്റു 3/7 പ്ലസ് അടുത്ത് ജെയുടെ കോയഫിഷ്യൻ്റ് നോക്കുമ്പോൾ ഇവിടെ 3/7 ഇവിടെ -6/7 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം അതിൻ്റെ പ്രൊഡക്റ്റ് 3/7 ഇൻറ്റു -6/7 പ്ലസ് കെയുടെ കോയഫിഷ്യൻ്റ് പ്രൊഡക്റ്റ് 6/7 ഇൻറ്റു 2/7 6/7 ഇൻറ്റു 2/7. അപ്പോൾ ഒന്ന് നോക്കിയാലോ. ഈക്വൽ ടു 2 ഇൻറ്റു 3 6/49 minus 6 into 3 18/49 plus 12/49. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം നമുക്ക് ഡിനോമിനേറ്റർ 49 എഴുതാം അല്ലേ. 6 + 12 എത്രയാ 18 18 - 18 അല്ലേ വന്നേ 18 - 18 0 അല്ലേ. അപ്പോൾ A ഡോട്ട് ബി പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടിയല്ലോ. കിട്ടി. ഇനി അടുത്തത് നമുക്കിനി ബി ഡോട്ട് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി ഡോട്ട് സി ഏതാ ബി? ഇതാണ് നമ്മളുടെ ബി, ഇതാണ് നമ്മളുടെ സി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഐൻ്റെ കോഎഫിഷ്യൻ്റ് പ്രൊഡക്റ്റ് 3/7 ഇൻറ്റു 6/7 പ്ലസ് ഇനി ജെയുടെ കോഎഫിഷ്യൻ്റ് -6/7 ഇൻറ്റു 2/7 -6/7 ഇൻറ്റു 2/7 പ്ലസ് അടുത്തത് നമ്മുടെ കെയുടെ കോഎഫിഷ്യൻ്റ് 2/7 ഇൻറ്റു -3/7 2/7 ഇൻറ്റു -3/7. മറന്നിട്ടില്ലല്ലോ. ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ എന്നൊക്കെ പറഞ്ഞ 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ജസ്റ്റ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തേൽ 18/49 എന്ന് കിട്ടും. 3 ഇൻറ്റു 6/7 ഇൻറ്റു 7 18/49. അടുത്തതിൽ -6 ഇൻറ്റു 12/49 എന്ന് കിട്ടും. അടുത്തതോ -6/49 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം നമുക്കത് 49 എഴുതാം. ഇവിടെ -12 -6 എത്രയാ? -18. അപ്പോൾ +18 -18 ആൻസർ എന്തുതന്നെയാണ്? 0. അപ്പോൾ ബി ഡോട്ട് സിയും എന്തുതന്നെയാ? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് സി ഡോട്ട് എ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ സി ഇതാണ്, എ ഇതാണ് അല്ലേ. അപ്പോൾ സി ഡോട്ട് എ, അപ്പോൾ ആദ്യത്തെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 6/7 ഇൻറ്റു 2/7 6/7 ഇൻറ്റു 2/7 പ്ലസ് അടുത്തത് ജെയുടെ കോഎഫിഷ്യൻ്റ് 2/7 ഇൻറ്റു 3/7 2/7 ഇൻറ്റു 3/7 പ്ലസ് ലാസ്റ്റ് വണ്ണ് -3/7 ഇൻറ്റു 6/7 നമ്മുടെ കെയുടെ കോഎഫിഷ്യൻ്റ് -3/7 ഇൻറ്റു 6/7 അല്ലേ 6/7 അപ്പോൾ ആൻസർ എത്ര കിട്ടാമെന്ന് നോക്കി നോക്കിയേ. ആദ്യം 12/49 പ്ലസ് 2 ഇൻറ്റു 3 6/49 അടുത്ത് -18/49. അപ്പോൾ ഇവിടെ എന്തുതന്നെയാണ് ഡിനോമിനേറ്ററിൽ 49ഉം 12 + 6 18 ആണ്. മൈനസ് ഇവിടെ ഒരു 18 ഉണ്ട്, അവിടെയും 0 ആണ് കിട്ടിയത്. അപ്പോൾ എ ഡോട്ട് ബി 0, ബി ഡോട്ട് സി 0, സി ഡോട്ട് എ 0. അപ്പോൾ ഇതും എന്താണ്? മൂന്നും എ ഡോട്ട് ബി പെർപെൻഡിക്കുലർ ആണ്, ബി ഡോട്ട് സി പെർപെൻഡിക്കുലർ ആണ്, സി ഡോട്ട് എ പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് മൂന്നും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞൂടെ? എന്ത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പറയാം. അപ്പോൾ എ ബി ആൻഡ് സി are mutually perpendicular to each other. Clear ആയല്ലോ? Next, find mod A and mod B if A plus B dot A minus B equal to 8 and mod A is equal to 8 into mod B. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? മോഡ് എ മോഡ് ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു കണ്ടീഷനും തന്നിട്ടുണ്ട് അല്ലേ. എന്താ? 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ഈക്വൽ ടു 8 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡ് എ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു മോഡ് ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ തന്നിട്ടുള്ള ആദ്യത്തെ കണ്ടീഷൻ എ പ്ലസ് ബി ഡോട്ട്
a മൈനസ് ബി ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഡോട്ട് അല്ലേ, നമ്മൾ സാധാരണ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യില്ലേ? ഇതിപ്പോൾ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണെങ്കിൽ നമ്മളത് ഇൻറ്റു പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അതേപോലെ തന്നെ ചെയ്യണം. പക്ഷെ അവിടെ ആ ഇൻറ്റുവിന് പകരം ഡോട്ടാണ് ഇടേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കാം, ആദ്യം a ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഡോട്ട് a, ആദ്യത്തെ a ഡോട്ട് a, അടുത്തത് a ഡോട്ട് b. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ആയ കാരണം നമുക്ക് മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. a ഡോട്ട് b. അതേപോലെ തന്നെ ഇവിടെ ഇത് രണ്ടും കൂടി അല്ലേ, പ്ലസ് b ഡോട്ട് a, b ഡോട്ട് a. പിന്നെ ബീനെ നമ്മൾ ബി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ b ഡോട്ട് b, b ഡോട്ട് b ഈക്വൽ ടു 8. അപ്പോൾ നമ്മൾ സെയിം വെക്റ്റർ തന്നെയാണെങ്കിൽ നമ്മുടെ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ ആണ്. ഓക്കെ, മൈനസ് നമുക്കിവിടെ ഒരു എ ഡോട്ട് ബി എന്ന് കിട്ടുന്നുണ്ടല്ലോ. നോക്കിയേ, നമുക്ക് ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലും എ ഡോട്ട് എ എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് എന്തിൽ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ എ ഡോട്ട് ബി എന്ന് തന്നെ മാറ്റി എഴുതാണ്. മൈനസ് ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് ബി സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ ഇതിൽ പ്ലസ് എ ഡോട്ട് ബി ഉണ്ട്, മൈനസ് എ ഡോട്ട് ബി ഉണ്ട്, രണ്ടും കൂടി ക്യാൻസൽ ആയില്ലേ? ബാക്കി നമുക്ക് മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ, എല്ലാത്തിനും എന്തുണ്ട്? ഏരോ മാർക്ക് എഴുതണം കേട്ടോ. ഓക്കെ, ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ 2 അൺനോൺ ഉണ്ട്, നമുക്ക് എയും ബിയും സെപ്പറേറ്റ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അടുത്തത് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. മോഡ് എ എന്ന് പറഞ്ഞാൽ 8 മോഡ് ബി ആണ്. അപ്പോൾ ഈ മോഡ് എക്ക് പകരം ഞാൻ എന്ത് എഴുതി? 8 മോഡ് ബി എന്ന് എഴുതി. പിന്നെ നമുക്കൊരു സ്ക്വയറും കൂടി ഉണ്ട്, മൈനസ് മോഡ് ബി സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ 8ന്റെ സ്ക്വയർ എത്രയാ? 64 ആണ്. മോഡ് ബിയുടെ സ്ക്വയർ മോഡ് ബി തന്നെ, മോഡ് ബി മൈനസ് മോഡ് ബി സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ 64 മോഡ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 63 മോഡ് ബി സ്ക്വയർ അല്ലേ, ഈക്വൽ ടു 8. അപ്പോൾ അതിൽ നിന്ന് മോഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8/63 എന്ന് കിട്ടും. അപ്പോൾ മോഡ് ബി ഈസ് ഈക്വൽ ടു എത്ര വരാം? റൂട്ട് ഓഫ് 8/63 അല്ലേ? ഓക്കെ, ഇനി നമുക്ക് മോഡ് എ കണ്ടുപിടിക്കണം. അപ്പോൾ മോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. മോഡ് എ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു മോഡ് ബി ആ. നോക്കാം, അപ്പോൾ മോഡ് എ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു മോഡ് ബി ആണ്. അപ്പോൾ മോഡ് ബിൻ്റെ വാല്യൂ ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? റൂട്ട് ഓഫ് 8/63 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ട് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 ക്യൂബ് ആണല്ലേ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 ആണ് നമുക്ക്. അപ്പോൾ 2 റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ റൂട്ട് 8ന് ഈക്വൽ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ, നോക്കാം, ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി എഴുതാം. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 4 റൂട്ട് ഓഫ് 4 ഇൻറ്റു 2 ആണ്. 4ന്റെ സ്ക്വയർ റൂട്ട് 2, നമ്മുടെ 2ന്റെ സ്ക്വയർ റൂട്ടില്ലാത്ത കാരണം അത് അതേപോലെ തന്നെ എഴുതി. അതേപോലെ റൂട്ട് 63നെ നമുക്ക് 9 ഇൻറ്റു 7 എന്ന് എഴുതാം അല്ലേ. 9ന്റെ സ്ക്വയർ റൂട്ട് 3 റൂട്ട് 7 അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 3 റൂട്ട് 7 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പിൽ നമുക്ക് 8 ഇൻറ്റു ഈ റൂട്ട് 8/63ക്ക് പകരം 2 റൂട്ട് 2/3 റൂട്ട് 7 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഒന്നുകൂടി സിംപ്ലിഫൈ ആയി കിട്ടി അല്ലേ. 16 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 3 റൂട്ട് 7 ആണ് മോഡ് എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 2/3 റൂട്ട് 7 ആണ്. ഓക്കെ, അടുത്തൊരു കുഞ്ഞ് ടോപ്പിക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ ബി. സോ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. അപ്പോൾ നമുക്ക് 2 വെക്റ്റർ ഇവിടെ വരയ്ക്കണം. ആദ്യത്തെ വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി ആണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ എന്നുള്ള വെക്റ്ററിൻ്റെ ഇത് ഇനീഷ്യൽ പോയിന്റ്, ഇത് ടെർമിനൽ പോയിന്റ് എന്ന് അറിയാലോ. അപ്പോൾ ടെർമിനൽ പോയിന്റിൽ നിന്ന് നമ്മുടെ ഏത് വെക്റ്ററിലേക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്? വെക്റ്റർ ബിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല പഠിക്കണം. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ക്യാപ്പ് ആണ്. അപ്പോൾ ഈ ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെക്റ്റർ ഓഫ് ബി. സോ എ വെക്റ്റർ ഡോട്ട് ബി യൂണിറ്റ് വെക്റ്റർ ബി ആണ് എന്ത്? നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ബി ക്യാപ്പ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ ബി ക്യാപ്പ് ഈസ് ഈക്വൽ ടു ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡ് ബി ആണ് അല്ലേ? അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്താലോ? അപ്പോൾ എന്ത് കിട്ടും? എ ഡോട്ട് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡ് ബി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി ആണ് എന്ത്? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. അപ്പോൾ ഇത് നേരെ തിരിച്ച ചോദിക്കുകയാണെങ്കിലോ? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ എന്ന് ചോദിച്ചാലോ? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും അല്ലേ? ബി വെക്റ്റർ ഡോട്ട് എ ക്യാപ്പ് ആണ് എന്ത് വരാം? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ. അപ്പോൾ ഫോർമുല മാറി. അപ്പോൾ എന്ത് വരും? ബി വെക്റ്റർ ഡോട്ട് എ യൂണിറ്റ് വെക്റ്ററിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എ വെക്റ്റർ ഡിവൈഡ് ബൈ മോഡ് എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ അതിനെ ബി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മോഡ് എ. ഈ ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലേ? ഡിവൈഡഡ് ബൈ മോഡ് എ വെക്റ്റർ ആണ് എന്ത്? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഐ മൈനസ് ജെ ഓൺ ദ വെക്റ്റർ ഐ പ്ലസ് ജെ. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡും ഇതേപോലത്തെ തന്നെയാണ്, പക്ഷെ രണ്ട് വെക്ടറും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ ഐ പ്ലസ് 3j പ്ലസ് 7k ഓൺ ദ വെക്റ്റർ 7i മൈനസ് j പ്ലസ് 8k. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും ഏതെടുക്കണം എന്നാണ് കൺഫ്യൂഷൻ വരാം അല്ലേ? അപ്പോൾ ഏതിനേക്കാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെടുക്കണ്ടേ? ബിന്ന് എടുക്കണ്ടേ? പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഐ മൈനസ് ജെ ഓൺ ദ വെക്റ്റർ ഐ പ്ലസ് ജെ. അപ്പോൾ ഏതിലേക്കാണ് നമ്മൾ എടുക്കുന്നത്? ഈ ഇതിലേക്കാണ് അല്ലേ? ഐ പ്ലസ് ജെയിലേക്കാണ് എടുക്കുന്നത്. അത് ബിന്നും ഏതിൽ നിന്നാണ് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്? ഐ മൈനസ് ജെ എന്നാണ്. അപ്പോൾ അതിനെ എ വെക്ടർ ആണ് എടുക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ലെറ്റ് എ ഈക്വൽ ടു ഐ മൈനസ് ജെ ആൻഡ് ബി ഈക്വൽ ടു ഐ പ്ലസ് ജെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ on vector b is equal to a dot b cap or a dot b by mod b. അപ്പോൾ ഇവിടെ a dot b കണ്ടുപിടിക്കണം. a dot b is equal to iന്റെ പ്രൊഡക്റ്റ്, iന്റെ കോഎഫിഷ്യന്റ് പ്രൊഡക്റ്റ് 1 into 1 പ്ലസ് അടുത്തത് ജെയിൻ്റെ കോഎഫിഷ്യന്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഒന്നിൽ -1 രണ്ടാമത്തിൽ 1 ആണ്. സോ 1 -1 0. അപ്പം ഇനി ഫർദർ കണ്ടുപിടിക്കണോ? വേണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മളുടെ ന്യൂമറേറ്റർ തന്നെ 0 കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം 0 ആവും അല്ലേ? അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? 0 ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഇവിടെ എന്താ? പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ, ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്, ഓൺ ദ വെക്റ്റർ സെക്കൻഡ് വെക്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് എ ഈക്വൽ ടു, എയിൽ നിന്നാണ് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എ എന്നെടുക്കണം, എ വെക്റ്റർ എന്ന് എടുക്കണം. ഏതിലേക്കാണ് വരയ്ക്കുന്നത് അതിനെയാണ് നമ്മൾ ബി വെക്റ്റർ ആക്കേണ്ടത്. അപ്പോൾ 7i മൈനസ് ജെ പ്ലസ് 8kനെ നമ്മൾ എന്താക്കി എടുക്കണം? ബി ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ടു വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു
എ ഡോട്ട് ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എന്ന് കേട്ടോ. അപ്പോൾ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി ചെയ്യണം. എ ഡോട്ട് ബി കണ്ടുപിടിക്കാമല്ലോ. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ഐൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 1 ഇവിടെ 7, 1 ഇൻറ്റു 7 പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് പ്രൊഡക്റ്റ് 3ഉം -1ഉം 3 ഇൻറ്റു -1 പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് പ്രൊഡക്റ്റ് 7ഉം 8ഉം 7 ഇൻറ്റു 8. അപ്പോൾ നമുക്ക് ആൻസർ 7 പ്ലസ് 3 ഇൻറ്റു -1 -3 ഓക്കെ പ്ലസ് 56 ആണല്ലോ. അപ്പോൾ പിന്നെ 7 - 3 4 ആണ്. 4 + 56 60 എന്ന് കിട്ടി. ഇനി മോഡ് ബി കാണണം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, റൂട്ട് ഓഫ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ. അപ്പോൾ 7 ആണ് അതിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ -1 ആണ് അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ 8 ആണ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടി? റൂട്ട് ഓഫ് 49 + 1 + 64. ഓക്കെ, അപ്പോൾ 65ഉം 49ഉം ആഡ് ചെയ്യുമ്പോൾ 114 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ടു ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി 60 എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 നമ്മുടെ മോഡുലസ് ബി, മോഡ് ബിയുടെ റൂട്ട് 114 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത കുറച്ച് ഇനിക്വാലിറ്റി കണ്ടീഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സൈനുകളെയാണ് നമ്മൾ ഇനിക്വാലിറ്റി സൈനുകൾ എന്ന് പറയാം അല്ലെ. അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ് ഇനിക്വാലിറ്റീസ്. ഓക്കെ, ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാ. അപ്പോൾ നമ്മളുടെ സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കേസിൽ ശ്രദ്ധിക്കാം, മോഡ് എ ഡോട്ട് ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി. ഓക്കെ, അപ്പോൾ ഈക്വൽ ആവാം, അതുപോലെ തന്നെ ലെസ് ദാനും ആവാം. ഒരിക്കലും എന്താവില്ല, ഏത് മോഡ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് കോഷീസ് ഷ്വാർട്സ് ഇനിക്വാലിറ്റി. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെ മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഇനിക്വാലിറ്റി. അപ്പോൾ ഇനി ഇതിലെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞു തന്നെ, ഇതിലിപ്പോൾ ഈക്വൽ ആണെങ്കിൽ, അതായത് മോഡുലസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണെങ്കിൽ നമുക്ക് നമ്മൾ ട്രയാങ്കിൾ വരച്ച്, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷനിൽ നമ്മൾ എങ്ങനെ വരച്ചിരുന്നേ? മോഡ് എ ബി വരച്ചു, ബി സി വരച്ചു, എ സി വരച്ചു അല്ലേ, അങ്ങനെയായിരുന്നല്ലേ. അപ്പോൾ നോക്കാം, ഈ എ പ്ലസ് ബി എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? എ സി എന്ന് പറഞ്ഞ സൈഡ് എടുക്കുമ്പോഴാണ് ആണല്ലോ. അതുപോലെ തന്നെ എ ബി എന്നുള്ളതാണ് നമ്മൾ വെക്ടർ. അപ്പോൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ഞാൻ വരയ്ക്കാം. ഇത് എ എന്നുള്ള വെക്ടർ ആണ്, ഇത് ബി എന്നുള്ള വെക്ടർ ആണെങ്കിൽ അപ്പോൾ എ ബി സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി എന്നുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? എ പ്ലസ് ബി വെക്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു മോഡുലസ് അതിനുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മോഡ് എ പ്ലസ് ബി, ഈ എ പ്ലസ് ബിക്ക് പകരം ഞാൻ എന്ത് ഇട്ട് കൊടുത്തു? എ സി എന്ന് ഇട്ട് കൊടുത്തു. എ വെക്ടറിന് പകരം എ ബി എന്ന് ഇട്ട് കൊടുത്തു. ബി വെക്ടറിന് പകരം ബി സി എന്ന് ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 3 പോയിന്റും എയും ബിയും സിയും കൊളീനിയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു കണ്ടീഷൻ ആണെങ്കിൽ, അത് ശ്രദ്ധിക്കണം കേട്ടോ, ഈക്വൽ ടു കണ്ടീഷൻ ആണെങ്കിൽ, നമ്മളെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ആണെങ്കിൽ ഇത് എൻ്റെ ആൻസർ എന്താ? -AC ആ, ഈക്വൽ ടു 0 ആണ്. ഓക്കെ, നമ്മളുടെ ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റീസിൽ നമ്മളുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ മോഡുലസ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം.
മോഡുലസ് ഉണ്ട്. അപ്പോൾ മോഡ് എ സി ഈക്വൽ ടു മോഡ് എ ബി പ്ലസ് മോഡ് ബി സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്നും ഈ എ ബി സിയും എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, ഇതിങ്ങനെ കൊളീനിയർ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ഞാൻ വരച്ചേന്ന്. ഞാൻ ഈ ട്രയാങ്കിൾ വരച്ച് ജസ്റ്റ് ഇവിടെ ഈ എ പ്ലസ് ബി എന്നുള്ളത് എ സി എന്ന് കാണിക്കാനും എ ബി എന്നുള്ള വെക്ടർ എ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ബി സി എന്നുള്ള വെക്ടർ ബി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം എടുക്കണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ് എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഒരു കൊളീനിയർ എന്ന് പറഞ്ഞാൽ കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ആണ് ചോദിക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മളുടെ എൻട്രൻസിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഷോ ദാറ്റ് ദ പോയിന്റ് എ -2i + 3j + 5k, b i + 2j + 3k, c 7i - k ആർ കൊളീനിയർ. അപ്പോൾ കൊളീനിയർ 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 3 പോയിന്റ് അതിൽ പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചിട്ട്, അതായത് വെക്ടർ ജോയിനിങ് 2 പോയിന്റ് ഓരോ സൈഡും കണ്ടുപിടിച്ചിട്ട് രണ്ടെണ്ണത്തിന്റെ സമ്മ്, മാഗ്നിറ്റ്യൂഡിന്റെ സമ്മ് ഒന്നിന് ഈക്വൽ ആണെങ്കിൽ, മൂന്നാമത്തേന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? സൈഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എ ബി, നമ്മൾ ആദ്യം എ ബി വെക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എങ്ങനെ എടുക്കാം? ഒ ബി മൈനസ്, മറന്നിട്ടില്ലല്ലോ, ഒ ബി മൈനസ് ഒ എ. അപ്പോൾ ഒ ബി മൈനസ് എ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഐയുടെ കോഎഫിഷ്യന്റ് എടുക്കുക. ഐയുടെ കോഎഫിഷ്യന്റ് ബിയിലെ 1 ആണ്, എയില് -2 ആണ്. അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. അപ്പോൾ 1 - -2 എന്നുകൂടി ഇട്ട് കൊടുക്കണം, ഐ ഇട്ട് കൊടുക്കണം. ഓക്കെ, പ്ലസ് അടുത്തത് ജെയുടെ കോഎഫിഷ്യന്റ് എടുത്തു. ബി മൈനസ് എ ആണ്, ശ്രദ്ധിക്കണം. ജെയുടെ കോഎഫിഷ്യന്റ് 2ഉം 3ഉം ആണ്, രണ്ടും കൂടി മൈനസ് ചെയ്യുക. 2 - 3j. ഓക്കെ, അടുത്തത് കെയുടെ കോഎഫിഷ്യന്റ് എടുക്കുക. കെയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 3ഉം 5ഉം ആണ്. 3 - 5k. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 - -2 1 + 2i + 2 - 3j + 3 - 5k. അപ്പോൾ 3i - j - 2k ആണ് എന്ത്? നമ്മളുടെ എ ബി എന്ന് പറഞ്ഞ വെക്ടർ. ഓക്കെ, അപ്പം മോഡ് എ ബിയും കൂടി നമുക്ക് ഒപ്പം കണ്ടുപിടിച്ച് പോവാം കേട്ടോ. അപ്പം എന്ത് കിട്ടി? √ ഐൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ, അതായത് 3² പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ -1 ആണ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ -2 ആണ്, അതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു √9 + 1 + 4. എത്ര കിട്ടും? √14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത സൈഡ് വേണമല്ലോ. അപ്പോൾ അടുത്ത വെക്ടർ ബി സി വെക്ടർ. സോ ബി സി വെക്ടർ ഈസ് ഈക്വൽ ടു ഒ സി മൈനസ് ഒ എ. അപ്പോൾ സിയിൽ നിന്ന് ബി ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റിക്കരുത് കേട്ടോ. സിയിൽ നിന്ന് ബി ആണ് മൈനസ് ചെയ്യണത്. അപ്പോൾ ഐയുടെ കോഎഫിഷ്യന്റ് 7, ഇപ്പുറത്ത് 1 ആണ്. സോ 7 - 1, രണ്ടും കൂടി മൈനസ് ചെയ്യണം. ഐ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ജെ ഇല്ല, അപ്പോൾ ജെയുടെ സ്ഥാനത്ത് ഇവിടെ 0 ആണ്. അപ്പോൾ 0, ഇവിടെ 2 ആണ് അല്ലേ, അതിന് പകരം ആണല്ലോ. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 0 - 2j പ്ലസ്, ഇനി മൂന്നാമത്തെ കെ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ നോക്കണം കോഎഫിഷ്യന്റ്. അപ്പോൾ സിയിൽ കെയുടെ കോഎഫിഷ്യന്റ് -1 ആണ്, ഇവിടെ 3 ആണ്. സോ -1 - 3k വെക്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 7 - 1, ഇവിടെ 0 - 2 -1 - 3. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 6i - 2j -4k എന്ന് കിട്ടി. അപ്പം മോഡ് ബി സി വെക്ടർ എന്ന് പറഞ്ഞാൽ √
6 ഐൻ്റെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ -2 സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ -4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 പ്ലസ് 4 പ്ലസ് 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 56 എന്ന് കിട്ടി. റൂട്ട് 56. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 14 ആണ് എന്ത്? 56. അപ്പോൾ 4നെ നമുക്ക് റൂട്ടിന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 വരും. റൂട്ട് 14 പിന്നെ എന്താ സ്ക്വയർ റൂട്ട് ഇല്ലല്ലോ, അപ്പോൾ 2 റൂട്ട് 14 എന്ന് കിട്ടി. ഇനി അടുത്തത് അപ്പോൾ സി എ ആണ്. സി എ അല്ല, എ സി ആണ് അല്ലേ, എ സി. അപ്പോൾ എ സി വെക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. എ സി വെക്ടർ എന്ന് പറയുമ്പോൾ ഒ സി മൈനസ്, ഇവിടെ ബി ആയിരുന്നു അല്ലേ, സോറി, ഇവിടെ ബി സി ആണ്. അപ്പോൾ ഒ സി മൈനസ് ഒ ബി ആയിരുന്നു കേട്ടോ. ഇവിടെ എ സി ആണ്, ഒ സി മൈനസ് ഒ എ. അപ്പോൾ സിയും എയും തമ്മിലാണ് മൈനസ് ചെയ്യാൻ പോണേ. ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 7 ആണ്, ഇവിടെ -2. സോ 7 മൈനസ് ഓഫ് -2 ഐ, രണ്ടും കൂടി മൈനസ് ചെയ്യണം. പ്ലസ് ജെ ഇവിടെ ഇല്ല, അതിന് പകരം ഇവിടെ 0 ആണ്. ഇവിടെ കോഎഫിഷ്യൻ്റ് 3 ആണ്, അപ്പോൾ 0 - 3 ജെ പ്ലസ് കെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ -1, ഇവിടെ +5. സോ -1 -5 രണ്ടും കൂടി മൈനസ് ചെയ്യണം, അതുകൊണ്ടാണ് ഈ -5 വന്നത് കേട്ടോ. കെ അപ്പോൾ 7 മൈനസ് ഓഫ് -2 9 ഐ -3 ജെ -6 കെ എന്ന് കിട്ടും. അപ്പോൾ ഇനി എ സി വെക്ടറിൻ്റെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി വെക്ടറിൻ്റെ മോഡുലസ് √9 സ്ക്വയർ, അതിൻ്റെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ 9 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ -3 സ്ക്വയർ, കെയുടെ കോഎഫിഷ്യൻ്റെ സ്ക്വയർ -6 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 81 പ്ലസ് 9 പ്ലസ് 36 ഈക്വൽ ടു റൂട്ട് ഓഫ് 36. 81ഉം 9ഉം 90 36ഉം 126 ആണ്. ഈ 126 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 14 ആണ് എന്ത്? 126. അപ്പോൾ നമുക്ക് 9ൻ്റെ റൂട്ട് 3 ആണ്, റൂട്ട് 14 പിന്നെ മറ്റേ 14ൻ്റെ റൂട്ട് അറിയാത്ത കാരണം റൂട്ട് 14 തന്നെ എഴുതി. അപ്പോൾ നമുക്കിപ്പോൾ 3 വെക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. എ ബി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചു. ബി സി കിട്ടിയിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചു. എ സി കിട്ടിയിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചു. ഇനി നോക്കേണ്ട കാര്യം, ഏത് രണ്ട് മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് രണ്ടും ആഡ് ചെയ്താലാണ് മൂന്നാമത്തെ വെക്റ്ററിൻ്റെ മോഡുലസ് കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് 14 ഉണ്ട്, ഇവിടെ ഒരു 2 റൂട്ട് 14 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു റൂട്ട് 14 ഉണ്ട്, ഇവിടെ ഒരു 2 റൂട്ട് 14 ഉണ്ട്, ഇവിടെ ഒരു 3 റൂട്ട് 14 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ, റൂട്ട് 14ഉം 2 റൂട്ട് 14ഉം കൂടിയിട്ട് ആഡ് ചെയ്താലേ 3 റൂട്ട് 14 കിട്ടുള്ളൂ ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എഴുതിക്കൂടെ, റൂട്ട് 14 എന്ന് പറഞ്ഞാൽ മോഡ് എ ബി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വിച്ച് ഇംപ്ലൈസ് മോഡ് എ ബി ഈസ് മോഡ് എ ബി പ്ലസ് 2 റൂട്ട് 14 കിട്ടുന്നത് മോഡ് ബി സി ആണ് കേട്ടോ. മോഡ് ബി സി ഈക്വൽ ടു 3 റൂട്ട് 14 കിട്ടിയിട്ടുള്ളത് എ സി ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ 3 പോയിന്റും എന്താണെന്ന് പറയാം, കൊളീനിയർ ആണെന്ന് പറയാം. സോ ഹെൻസ് എ ബി and C are collinear. Okay.